പുതപ്പ് ഈ പിള്ളേരെന്തിനു ഉപേക്ഷിച്ചേ? നാളെയാണ് വിഷു. വിഷുക്കണി നമുക്കിവിടെ ഒരുക്കാം. കഴിഞ്ഞ തവണ ഇവിടെയല്ല മാഡം കണി വെച്ചത്. ആ സ്ഥലം ഞാൻ ഒഴിവാക്കിയതാ മന്ദാകിനി. കഴിഞ്ഞ വിഷുവിന് ഇവിടെ നടന്ന പ്രശ്നങ്ങൾ അറിയാലോ. അത് ഓർമ്മിപ്പിക്കില്ല മാഡം. വെളുപ്പിന് പിള്ളേരെല്ലാം കണി കാണാൻ വന്നപ്പോ ആരോ ഫ്യൂസ് ഊരി കളഞ്ഞില്ലേ? പിന്നെ നടന്നത് എന്താ? കണി വെള്ളരി മുറ്റത്ത് കൊന്നപ്പൂ മാഡത്തിന്റെ മുറിയിൽ കെട്ടി തൂക്കിയിട്ടേക്കണു. അതായിരുന്നല്ലോ കഴിഞ്ഞ തവണത്തെ വിഷുക്കണി. പിള്ളേരെ മാഡത്തിനിട്ട് പണി തന്നതാ. ചെയ്തതാരാണെന്ന് നമുക്കറിയാലോ. തെളിവില്ലാത്തതുകൊണ്ട് ചെയ്തവരെ രക്ഷപ്പെട്ടു. ഇത്തവണ വിഷുവിന് ആരുടെ ഒരു തറ വേലയും ഇവിടെ നടക്കില്ല. അതുകൊണ്ടാ ഇത്തവണത്തെ വിഷുക്കണി ഇവിടെ വെക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം. ചെയ്യാം മാഡം. മാഡം, കഴിഞ്ഞ തവണ ഇവിടുത്തെ പിള്ളേരാണല്ലോ പ്രശ്നം ഉണ്ടാക്കിയത്. ഇത്തവണ എനിക്ക് മറ്റൊരു പേടിയുണ്ട്. മന്ദാകിനിയുടെ പേടിയെന്താ? ഇവിടെ എന്തോ ഒരു സംഗതി ചുറ്റിക്കറങ്ങുന്നതായി ഞാൻ മാഡത്തിനോട് പറഞ്ഞില്ലായിരുന്നോ? മന്ദാകിനി, അടിമറ്റത്ത് കത്തനാരെ കൊണ്ടെന്ന് ഇവിടെ ഒരു വെഞ്ചരിപ്പ് നടത്തണമെന്ന് ഞാൻ എത്ര തവണയും മാഡത്തിനോട് പറയണോ? ഇപ്പോഴും രാത്രി പുറത്തിറങ്ങാൻ എനിക്ക് പേടിയാ മാഡം. മന്ദാകിനിക്ക് വേറൊന്നും പറയാനില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി എന്നോട് പറയരുത്. ഇവരെന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വലിയ പാടാ. ഇവിടെ എന്താ മാം? നാളെ വിഷു അല്ലേ? ഇവിടെ കണി വെക്കുന്ന കാര്യത്തെ പറ്റിയാ ആലോചിക്കണത്. ഓ, നാളെയാണല്ലേ വിഷു. പറഞ്ഞത് നന്നായി. നാളെ അടിപൊളിയായിട്ട് കണി വെക്കണ്ടേ മാഡം? മാം എന്തായാലും കണി വെക്കും. പക്ഷെ കണി കാണല് കഴിഞ്ഞ വർഷത്തെ പോലെ ആവരുത്. കഴിഞ്ഞ വർഷം ഇവിടെ നടത്തിയതുപോലെ തോന്നിയാസം കാണിക്കാൻ ഒരുത്തികളെ ഞാൻ അനുവദിക്കില്ല, അല്ലേ മന്ദാകിനി? അന്നത്തെ പോലെയുള്ള പ്രശ്നങ്ങൾ ഇത്തവണയും വിഷുവിന് ഉണ്ടായാൽ ഞാനത് ക്ഷമിച്ചൂന്ന് വരില്ല. അല്ല, കഴിഞ്ഞ വർഷം വിഷുവിന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഞങ്ങളാണെന്ന് മാമിന് എങ്ങനെ അറിയാം? ഞങ്ങൾക്കെതിരെ തെളിവൊന്നുമില്ലല്ലോ. വെറുതെ ഞങ്ങളെ പറയല്ലേ മാഡം. നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട. നാളെ ഇവിടെ വിഷുക്കണി വെക്കും. സന്തോഷവും സമാധാനവുമാണ് കൈനീട്ടമായി വാങ്ങേണ്ടത്, ശകാരമല്ല. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതെ, കഴിഞ്ഞ തവണത്തെ പോലെയുള്ള പിള്ളേരല്ല ഇത്തവണയുള്ളത്. ഇത്തവണ വരാൻ പോകുന്നതേ തലയ്ക്കടി കിട്ടണ പോലത്തെ പണിയാ, ഓർത്തോ? നാളത്തെ വിഷുവിന് നല്ലൊരു കണി എല്ലാവർക്കും കൊടുക്കണ്ടേ? കണിയല്ല കൊടുക്കേണ്ടത്, കെണിയാ. കഴിഞ്ഞ തവണ നമ്മൾ കൂട്ടത്തോടെ ഇവിടെ ചിലർക്ക് പണി കൊടുത്തു. ഇത്തവണത്തെ വിഷുക്കണിക്ക് നമ്മുടെ ടാർഗറ്റ് 5 സുന്ദരികളാ. 5 സുന്ദരികൾ. അവളുമാർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു ഉഗ്രൻ വിഷുക്കണി നമുക്ക് ഒരുക്കണം. നിങ്ങൾ വാ. ഇവിടെ വിഷുക്കണിയൊക്കെ ഒരുക്കുന്നുണ്ടോ? എല്ലാ വർഷവും ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നാ കേട്ടത്. നാളെ വിഷുക്കണി കാണിച്ച് റീന മാം നമുക്ക് എല്ലാവർക്കും വിഷുക്കൈ നീട്ടം തരും. കഴിഞ്ഞ തവണ വിഷുവിന് നമ്മൾ ഒരുമിച്ചില്ലായിരുന്നു. എനിക്ക് മുംബൈയിൽ അച്ഛന്റെ കൂടെ ആയിരുന്നു വിഷു. അമ്മയച്ഛനും തമ്മിൽ കണ്ടപ്പോ പിന്നെ വിഷു പടക്കത്തിന്റെ ആവശ്യമൊന്നും വന്നില്ല. കഴിഞ്ഞ വിഷുവിന് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. കണിയും ഇല്ലായിരുന്നു, ആരും കൈനീട്ടവും തരാനില്ലായിരുന്നു. നമ്മൾ +2 കഴിഞ്ഞപ്പോഴാണ് എന്റെ ഓർമ്മ. വൃന്ദയുടെ മനയിൽ പോയി നമ്മൾ വിഷു ആഘോഷിച്ചത്. അന്ന് മുത്തശ്ശനോപ്പോളും നമുക്ക് വിഷു കൈനീട്ടം തന്നു.
വിഷു സദ്യ കഴിച്ചു. വിഷു എന്ന് കേൾക്കുമ്പോ ഞാൻ ഓർക്കുന്നത് വൃന്ദയുടെ മനയെ കുറിച്ചാ.